വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആയ എക്കണോമിക്സ് എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ +2 എക്കണോമിക്സ് പോർഷൻ രണ്ട് പാർട്ട് ഉണ്ട് ഈ ഒരു +2 എക്കണോമിക് എന്ന സബ്ജക്ട്സിൽ. ഒന്ന് മൈക്രോ എക്കണോമിക്സ് എന്നും രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ടായ മൈക്രോ എക്കണോമിക്സ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മൈക്രോ എക്കണോമിക്സിൽ ടോട്ടൽ 6 ചാപ്റ്ററാണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഇൻട്രൊഡക്ടറി പാർട്ടാണ്. എന്താണ് സിമ്പിൾ എക്കണോമി, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ എക്കണോമി ഓർ സിമ്പിൾ എക്കണോമി? സിമ്പിൾ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ റിയൽ വേൾഡ് ആൻ എക്കണോമി ഈസ് എ സിസ്റ്റം where millions of producers and consumers interact. An economy is simple in the sense that there are only two economic agents, the producer and the consumer. എന്താണ് സിമ്പിൾ എക്കണോമി എന്ന് പറയുകയാണെങ്കിൽ ലളിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം മലയാളത്തിൽ. സിമ്പിൾ എക്കണോമി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലോകത്ത് വളരെയധികം ഉൽപ്പാദന യൂണിറ്റുകളും ഉപഭോക്താക്കളും ഉണ്ട്. ഈ സിമ്പിൾ എക്കണോമി എന്നാൽ എന്താണ്? ലളിതമായ സമ്പദ് വ്യവസ്ഥ എന്നാൽ ഉൽപ്പാദകനും ഉപഭോക്താവും അടങ്ങുന്ന രണ്ട് എക്കണോമിക് ഏജൻറ്റ് അടങ്ങിയതാണ് ഒരു സിമ്പിൾ എക്കണോമി എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, യഥാർത്ഥ ലോകത്ത് വളരെയധികം ഉൽപ്പാദന യൂണിറ്റുകളും ഉപഭോക്താക്കളും ഉണ്ട്. ലളിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദകനും ഉപഭോക്താവും അടങ്ങുന്ന രണ്ട് എക്കണോമിക് ഏജൻറ്റ് അടങ്ങിയതാണ് ഒരു സിമ്പിൾ എക്കണോമി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് പ്രോബ്ലം. ഇൻ ഓൾ എക്കണോമീസ് ദ എക്കണോമിക് റിസോഴ്സസ് ടു മീറ്റ് ഇറ്റ്സ് അൺലിമിറ്റഡ് വാണ്ട്സ് ആർ സ്കേഴ്സ്. This situation is termed as economic problem. എല്ലാ സമ്പദ് വ്യവസ്ഥകൾക്കും അവരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് എന്നാൽ അതിനായുള്ള സാമ്പത്തിക വിഭവങ്ങൾ ലിമിറ്റഡുമാണ്. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ സാമ്പത്തിക പ്രശ്നം അഥവാ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. Production, consumption, exchange and distribution of goods and services are the basic economic activities. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, ഉപഭോഗം, വിനിമയം, വിതരണം തുടങ്ങിയവയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഓർ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് ആൻഡ് distribution of goods and services are the basic economic activities. Every society faces the problem of the scarcity of resources and that arises to the problem of choice. Therefore, the problem of choice is the central problem of any economy. എല്ലാ സമൂഹവും അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാവശ്യമായ പ്രൊഡക്റ്റിൻ്റെ ദൗർലഭ്യം എന്നുള്ളത്, അല്ലെങ്കിൽ വിഭവങ്ങളുടെ കുറവ്. ഈ വിഭവങ്ങളുടെ കുറവ് സമ്പദ് വ്യവസ്ഥയുടെ ഏതാവശ്യവും ആദ്യം നിറവേറ്റണമെന്ന തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. ഈ ഒരു പ്രൊഡക്ഷൻ്റെ കുറവ് എന്തിലേക്കാണ് നയിക്കുന്നത്? ആദ്യം ഏത് പ്രൊഡക്ഷനാണ് നിറവേറ്റണമെന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയറിലേക്കാണ് ഈ ഒരു പ്രശ്നത്തെ കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും കാതലായ പ്രശ്നം തിരഞ്ഞെടുക്കലിൻ്റേതാണ് എന്നാണ് പറയുന്നത്. ഏത് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു കാതലായ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം എന്ന് പറയുന്നത് സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതിൽ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളാണ്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ തന്നെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. Every society has to decide
which goods and services are to be produced and in what quantities എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്ത് സാധനമാണ്, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഓരോ സമൂഹവും ആദ്യമേ തീരുമാനിച്ചിരിക്കണം. ഏത് സൊസൈറ്റി ആണെങ്കിലും എന്ത് പ്രൊഡക്ഷൻ ആണെങ്കിലും ഏത് പ്രൊഡക്റ്റാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് ഗുഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും ഏതൊരു സമൂഹവും നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കണമെന്ന് എന്നാണ് പറയുന്നത്. ഹൗ ടു പ്രൊഡ്യൂസ് ഇംപ്ലൈസ് വിച്ച് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ടു ബി യൂസ്ഡ്, ദാറ്റ് ഈസ് whether to choose labor intensive techniques or capital intensive techniques of production. എന്താ പറയുന്നത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഉൽപ്പാദന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കണമെന്നതാണ്. അതായത് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ ഒരു പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജീസോ അല്ലെങ്കിൽ നമ്മുടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ടാണോ ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർ whom are these goods produced എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് പറയുന്നത്. അപ്പോൾ അനദർ ഡിസിഷൻ വിച്ച് എ സൊസൈറ്റി ഹാസ് ടു ടേക്ക് ഈസ് ഫോർ whom to produce and how much for whom to produce means the functional distribution of output. ഇപ്പോൾ സൊസൈറ്റി എടുക്കുന്ന മറ്റൊരു തീരുമാനം അല്ലെങ്കിൽ അനദർ ഡിസിഷൻ ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കണമെന്നതാണ് ഒരു സൊസൈറ്റി എടുക്കുന്ന ഡിസിഷൻ. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്, ഉൽപ്പാദനത്തിൻ്റെ പ്രവർത്തനപരമായ വിതരണത്തെയാണ്. നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, ആ ഉൽപ്പാദിപ്പിക്കേണ്ട മീനിങ് എന്താണ് ഇവിടെ പറയുന്നത്, ആ ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനപരമായ വിതരണത്തെയാണ് നമ്മളിവിടെ പറയുന്നത്, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ PPC. PPC is also known as production transformation curve or production possibility frontier. It is a statistical device used to represent the central economic problems such as allocation, full utilization and growth of resources and efficiency in production and distribution. എന്താ പറയുന്നത്, വിഭവങ്ങളുടെ വിനിയോഗവും വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും കാര്യക്ഷമത, വിഭവങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PCP എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതെന്താണ്, ടെക്നോളജീൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രണ്ട് ഗുഡ്സ്, ആ രണ്ട് ഗുഡ്സിൻ്റെ സംയോഗങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു രേഖാചിത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ആ രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കർവ് വളഞ്ഞുകൊണ്ട് ആ ഫോമിലായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. Organization of economic activity. Every economy try to solve central problem of the economy in different way.
സെൻട്രൽ പ്ലാൻഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമി, മിക്സഡ് എക്കണോമി, മാക്രോ എക്കണോമി ആൻഡ് മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘടനം അല്ലെങ്കിൽ സംഘാടനം, ഒരു ഓർഗനൈസേഷൻ, എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഓരോ സമ്പദ് വ്യവസ്ഥയും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ വഴികളിൽ സഞ്ചരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുകയാണെങ്കിൽ ഇൻ സെൻട്രലി പ്ലാൻഡ് എക്കണോമീസ് ഓർ സോഷ്യലിസ്റ്റ് എക്കണോമീസ് ദ പ്ലാനിങ് അതോറിറ്റി ഓർ ദ ഗവൺമെൻറ് ഡിസൈഡ്സ് important issue like what to produce, how to produce and for whom to produce. In these economies, most of the resources are in the public sector. Through control of resources, the government or the planning authority decided that to produce and what not to produce. എന്താ പറയുന്നത് അവിടെ? ഇപ്പോൾ സെൻട്രലി പ്ലാൻഡ് ചെയ്ത ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലി പ്ലാൻഡ് ചെയ്ത സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളിൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് ഒരു പ്ലാനിംഗ് അതോറിറ്റിയോ അഥവാ ഒരു ഗവൺമെൻറ്റിലൂടെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ In market economy or capitalist economy, the market mechanism or price mechanism decides what to produce, how to produce and for whom to produce. The producers as well as the consumers decide through the force of demand and supply what to produce, how and for whom to produce. In fact, the market takes decisions or on utilization of resources, distribution of goods and services and their efficiency. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എക്കണോമി അഥവാ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നും പറയാം. എന്ന് വെച്ചാൽ കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നീ സാമ്പത്തിക പഠനങ്ങൾ പരിഹാരം കണ്ടെത്തുന്നത് ഒരു കമ്പോള വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എക്കണോമിയിലൂടെയാണ്. അഥവാ ഇപ്പോൾ പ്രൈസ് മെക്കാനിസം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മെക്കാനിസം, സപ്ലൈ, അതുപോലെ തന്നെ പ്രൈസ്, വാല്യൂ എന്നീ പ്രവർത്തനം മൂലം എങ്ങനെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് ഉപഭോക്താവും ഉൽപ്പാദകരും തീരുമാനിക്കുന്നു. വിഭവങ്ങളുടെ വിനിയോഗവും അതുപോലെ തന്നെ വിതരണം, കാര്യക്ഷമത എന്നിവ നമ്മുടെ ഈ മാർക്കറ്റ് എക്കണോമീൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. എപ്പോൾ നടത്തണം ഡിസ്ട്രിബ്യൂഷൻ, എപ്പോൾ നടത്തണം പ്രൊഡക്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ ഈ മാർക്കറ്റ് എക്കണോമിയാണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. Positive economics is that branch of economic analysis concerned with description of facts, circumstance of relationship in the economy, etc. Normative economics is that branch of economic analysis concerned with the ethics and value judgment in the economy. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരശേഖരണത്തിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ വിശകലനം ചെയ്ത് വിലയിരുത്തുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രശാഖയാണ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ബ്രാഞ്ചാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമാറ്റീവ് എക്കണോമി എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ജീവിത മൂല്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിലുള്ള വാല്യൂകൾ, ആ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ വിശകലനം ചെയ്ത് അത് വിലയിരുത്തുന്നതാണ് സാമ്പത്തിക ശാസ്ത്ര ശാഖയായ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പബ്ലിക് സെക്ടർ ഫോർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ കോ എക്സിസ്റ്റ്. അത് നമ്മൾ വേർഡിൽ തന്നെ മനസ്സിലാക്കാം. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിൽ എന്ന് വെച്ചാൽ പൊതുമേഖലയും സ്വകാര്യ സമ്പദ് വ്യവസ്ഥയും കൂടി നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക ഇതാണ് മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്.
Next, micro and macroeconomics. First of all, what do you mean by microeconomics? Microeconomics studies only part of the economy and not the whole economy. Microeconomics is study of the individual price of a product or a consumers or a producer. That is microeconomics units. It studies the theory of demand, production and cost, the theory of factor pricing, the theory of welfare and the price theory. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക യൂണിറ്റുകളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന ഒരു തിയറിയാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടനയുടെ വില അല്ലെങ്കിൽ പ്രൈസ് അത് നിർണ്ണയിക്കുന്ന ഒരു തിയറിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്ഷേമം എക്കണോമിക് ക്ഷേമം എത്രത്തോളം ഉണ്ട് എന്ന് നടത്തുന്ന ഒരു തിയറിയാണ്. എന്നിവയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, സ്റ്റഡീസ് ദ തിയറീസ് ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ദ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ് ആൻഡ് ദ തിയറി ഓഫ് വെൽഫെയർ ആൻഡ് ദി പ്രൈസ് തിയറി എന്നും കൂടി ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ എക്കണോമി ആസ് എ വോൾ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് അഗ്രഗേറ്റ് എക്കണോമിക് യൂണിറ്റ് ലൈക്ക് നാഷണൽ ഇൻകം, അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ, ജനറൽ പ്രൈസ് ലെവൽ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് എക്സെട്ര കം അണ്ടർ മാക്രോ എക്കണോമിക്സ്. ദ ടോപ്പിക്സ് ലൈക്ക് ദ മോണിറ്ററി തിയറി, തിയറി ഓഫ് ഗ്രോത്ത് trade cycle, theory of growth, theory of distribution and international trade also come under macro economics. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഗ്രഗേറ്റ് എക്കണോമിക് യൂണിറ്റ്സ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഗ്രഗേറ്റ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ, ജനറൽ പ്രൈസ് ലെവൽ ഫിക്സ് ചെയ്യാൻ, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്സ് എത്രയുണ്ട് എന്നുള്ള അറിയാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2 കൊമേഴ്സിലെ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ എക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് പോസിബിലിറ്റി എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ളത്. അത് നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓരോ എക്കണോമിക്സും എന്താ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.